എങ്ങോട്ടാ പോണത്? നമ്മൾ അച്ഛൻ കൂടെ എറണാകുളം പോവാണ്. അവിടെ പോവാണ്. ഞങ്ങളിപ്പോ കൊളപ്പുള്ളി എത്തി. അച്ഛയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഞങ്ങക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയില്ലല്ലോ. അമ്മ ഒന്ന് ആദ്യമായിട്ടാണ് എറണാകുളം കാണുന്നത്. നല്ല നോട്ടിയാണ് നമ്മുടെ മുട്ട്. എന്തോ പറയാനുണ്ട് പറഞ്ഞിട്ട് പിന്നെയും ഫോൺ എടുത്തതാ. എന്താ നിനക്ക് പറയാനുള്ളത്? എന്താ പറയാ, ഫോൺ വേണമെന്നാ? ഡ്രൈവ് ചെയ്യുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം മിണ്ടാനായിരുന്നു. നല്ല കാര്യമായിട്ട് പാട്ടൊക്കെ കേട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകാച്ചി ഉറങ്ങിയിരിക്കുകയാണ്. ഏകാച്ചിനെ നമ്മൾ കംഫർട്ടായിട്ട് ഇവിടെ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. ഞാനും ഇവിടെ ഇങ്ങനെ കിടക്കുവാണ്. അവളെ നമ്മൾ ഇങ്ങനെ കംഫർട്ടായിട്ട് കിടത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇപ്പം എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ വിയൂരെത്തി, തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ തൃശ്ശൂർ റൗണ്ട് എത്തും. അപ്പം റൗണ്ട് എത്തിയിട്ട് ബൈ. രാജേഷിൻ്റെ സമയം കൊള്ളാമോ? ഭാഗ്യമുണ്ടോ? രാജേഷ് രക്ഷപ്പെടുമോ? രാജേഷിക്ക് ഒരു ഐശ്വര്യം ഉണ്ടാവോ? ആണ് ചതയോ? ലൈഫ് എത്ര ഉണ്ട്? 31. സമയം കൊള്ളൂല നമുക്ക്. ഇപ്പോഴത്തെ കഷ്ടകാലൊക്കെ ദൈവം മാറ്റി തരും. 2025 നമുക്ക് കഴിയട്ടെ. 2026 നമുക്ക് എല്ലാം ഓക്കെ ആവും. തടസ്സങ്ങൾ കഷ്ടപ്പാടൊക്കെ മാറും. ഉദ്ദേശിച്ച കാര്യങ്ങളുണ്ട്. ഇപ്പം കുറച്ച് സമയം മോശം. വടി കൊടുത്ത് അടി മേടിക്കണം. ആരാ അങ്ങോട്ട് സ്നേഹിക്കുന്ന അവരും പ്ലാൻ തന്നിട്ടില്ല. കഴിക്കുന്ന ആഹാരം തൊട്ട് 3 വരെ നമ്മൾ കുറച്ച് സ്നേഹിക്കും. അവസാനം നമുക്കെല്ലാം ചെയ്തിട്ട് ഇത് ഈ നിമിഷം വരെ ആരും ചതിക്കാൻ ഒരു ദ്രോഹം കൊണ്ട് ജീവിക്കാൻ പറ്റും. ചിലപ്പോൾ വാ കൊണ്ട് നമ്മൾ എന്ത് ചേർന്ന് സംസാരിക്കും. ഒരു മനുഷ്യർക്ക് വലിയ പ്രായം കൊണ്ട് അനുഭവിക്കാതെ ഒരു കാലക്കേട് മുഴുവൻ കിടന്ന ഇനി അനുഭവിക്കാൻ ഇനിയും ദൈവം നല്ലവരെ തരുമോ ഒരു സന്തോഷം വരുമെന്ന് മനസ്സിലാക്കില്ല. എനിക്കത് ദൈവത്തെ മുറുക്കപ്പെടി എൻ്റെ എല്ലാ കഷ്ടകാലമാണ്. ശരിക്കും നേരം കണ്ടില്ലെങ്കിൽ കണ്ടിട്ടില്ല. മുഖത്തോടെ മുഖം കണ്ട ഒരു കാരണമില്ലെന്ന് മഴ. അപ്പം ഏകാച്ചി തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് ഇപ്പം തിരിച്ച് പോവാണ് എറണാകുളത്തേക്ക്. ഏകാച്ചി ഫുഡൊക്കെ കഴിച്ച് ഏകാച്ചി ഇരിക്കൂടെയൊക്കെ കുറച്ച് നേരം നടന്ന് ഏകാച്ചി ഇങ്ങനെ പോവാണ്. ഏകാച്ചി കുറച്ച് വികൃതി കൂടുണ്ട്, പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പാലിയേക്കര ടോള് കഴിഞ്ഞു കേട്ടോ. ഏകാച്ചി ഉറങ്ങുവാണ്. നമ്മൾ പാലിയേക്കര ടോളൊക്കെ കഴിഞ്ഞ് എവിടെ എത്തി? പേരാമ്പ്ര എത്തി. തൃശ്ശൂർ പേരാമ്പ്ര എത്തി. കോഴിക്കോട് വരെ ഇപ്പോൾ പേരാമ്പ്ര ഉണ്ട്. അങ്ങനെ കുറേ സ്ഥലപ്പേര് സെയിം ആയിട്ടുള്ളതുണ്ട്. നമ്മളിപ്പോൾ എവിടെ എത്തി? ചാലക്കുടി എത്താനായി. എത്തിയോന്ന് എനിക്കറിയില്ല, എത്തുന്നേ ഉള്ളൂ. ഒരു ബ്രിഡ്ജ് ഉണ്ട്, അത് കയറിയ ചാലക്കുടി എത്തും. ഇരുട്ടായി, മുന്തി മനസ്സിലായി.
അങ്കമാലി എത്തിയിട്ടില്ല, എത്തുന്നു. അങ്കമാലി എത്തുന്നു. യോ. യേ. നമ്മുടെ ബേബി ഉറങ്ങുവാ. അങ്ങനെ നമ്മള് കൊച്ചി എത്തിയിരിക്കുന്നു ഗായ്സ്. ഏകാച്ചിയുടെ ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് കൊച്ചി എത്തി. ഇപ്പൊ നമ്മള് എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ എടപ്പള്ളി എത്തിയിരിക്കുന്നു. എടപ്പള്ളി എത്തിയിട്ടില്ല അല്ലേ? കിൻഡർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. നമ്മളിപ്പോൾ ഏകദേശം പത്തടിപ്പാലം എത്തിയിരിക്കുന്നു. ഇല്ല, അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടിടും. പറ മമ്മ. ഏതാണ്ട് ഒരു 1.5 വർഷത്തിന് ശേഷം കൊച്ചിയിലെത്തിയിരിക്കുന്നു. വിത്ത് മൈ ചൈൽഡ്, വിത്ത് മൈ ബേബി. ബേബി പറ, ബേബി പറ, ബേബി പറ. ബേബി പറ. അമ്മ ഇവിടെ എത്തി പറ. അമ്മ ഇവിടെ എത്തി പറ. പറയടാ കണ്ണാ.